എല്ലാവർക്കും പോളിമർ ചാൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മാക്സ് ഹൺഡ്രഡ് ബൈക്കിൻ്റെ രജിസ്ട്രേഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം 20 വർഷത്തിന് മീതേക്ക് പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, അത് മുടങ്ങി, പിന്നെ അതിൻ്റെ റീടെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിക്ക് വേണ്ടിയിട്ടാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ മനസ്സിലാവും. നല്ല തുരുമ്പുണ്ട്, സൈഡ് പാനൽ പോയിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് മാറണം, ടെയിൽ ലാമ്പ് മാറണം, സസ്പെൻഷൻ മാറണം, ഫുഡ് റെസ്റ്റ് മാറണം, പിന്നെയുണ്ട് ഇഷ്ടം പോലെ പണികൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സീറ്റ് മാറുന്നത് RX-Zൻ്റെ സീറ്റാണ്. ഒറിജിനൽ സീറ്റ്, ഒറിജിനൽ ഫിറ്റിങ്സാണ് നമ്മുടെ റീടെസ്റ്റിന് വേണ്ടത്. പിന്നെ മീറ്ററിൻ്റെ നീഡിൽ പോയിട്ട് അതും മാറണം. ഈ വർക്കുകൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ ബോസേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിമുക്കിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആളാണ് അടിപൊളിയായിട്ട് ഈ പഴയ വണ്ടികളുടെ പണികളൊക്കെ ഇവിടെ ചെയ്തത്. കുറ്റിമുക്കിൽ വന്നതിന് ശേഷം ബോസിൻ്റെ വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എവിടെയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ ക്രക്സ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുമാതിരി അടിപൊളിയാക്കണം നമ്മുടെ ഈ മാക്സ് ഹൺഡ്രഡും. അപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യണതിൻ്റെ ഇടയിൽ എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. പക്ഷേ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് വർക്ക് ഞാൻ സത്യം പറഞ്ഞ ആളുടെ അടുത്ത് അയച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ആൾ നിർത്തി പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്തത്. കാരണം അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റിയില്ല ബോസേട്ടൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല, നിർത്തി പെയിൻറ്റ് അടിച്ചു. ടാങ്കും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് അഴിച്ച് മാറ്റി ആൾ പെയിൻറ്റിങ് സ്റ്റിക്കർ വർക്കും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞ് നിൽക്കണം നമ്മുടെ മാക്സ് ഹൺഡ്രഡ്. സംഭവം 1.5 രീതിയിലാണ് പെയിൻറ്റിങ് വർക്കും സ്റ്റിക്കർ വർക്കും പിന്നെ ഏകദേശം ഒറിജിനാലിറ്റിയിലേക്ക് ആൾ കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പറായിട്ട്. അപ്പോൾ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങൾക്കായിട്ട് 5500 രൂപ ആൾ വാങ്ങി. പിന്നെ ബാക്കി ഫിറ്റിങ്ങും കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി എക്സ്ട്രാ ഒരു 8300 9000 ആൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു 14000ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ചിലവ് വണ്ടി ഈ കണ്ടീഷനിലാക്കി എടുക്കാൻ. അപ്പോൾ അതിൽ ആ നീഡിൽ പൊട്ടിപ്പോയത് ആളങ്ങനെ തന്നെ എങ്ങനെയോ റീപ്ലേസ് ചെയ്തു. കാര്യത്തിൽ ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും ആൾക്ക് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കിട്ടി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഫുൾ കണ്ടീഷൻ ഒറിജിനാലിറ്റിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ റീടെസ്റ്റിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുക. വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല, അടുത്ത വരുന്ന വീഡിയോസിൽ ഞാൻ ശരിക്കും എടുത്തോളാം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണം, ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തില്ല. വണ്ടി ഓൺ ചെയ്തിട്ടുള്ള സൗണ്ട് നമ്മൾ നോക്കി. ഇനി നമുക്ക് വണ്ടി ഒന്ന് റേസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വണ്ടി ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്, പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്, ഒരു CB-Z ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്നെ എത്തിച്ചൊരു വണ്ടിയാണ് നമ്മുടെ ഈ പ്രീമിയർ കപ്പ്. നല്ല രീതിയിൽ പെയിൻറ്റിങ് വർക്കും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വണ്ടി കണ്ടതിലൊരു സന്തോഷം. ഇങ്ങനെ ആൾക്കാർ പഴയ വണ്ടികൾ റീസ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മുടെ ഓഫീസർ വന്നപ്പോൾ വണ്ടി ചെക്ക് ചെയ്യാണ്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ വണ്ടി പാസ്സായി. പിന്നെ ഈ വണ്ടിയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പേപ്പറും കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടി വന്നത്. നമ്മുടെ RC പഴയത് വേണം, പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വേണം, പിന്നെ ഫൈൻ അടച്ചതുണ്ട്, റീടെസ്റ്റ് മുടങ്ങിയതിൻ്റെ ഫൈന്, പിന്നെ അതിനുശേഷം റീടെസ്റ്റിന് വേണ്ടിയിട്ട് അടച്ച ഫീസ്, 5 വർഷത്തെ ടാക്സ് അടയ്ക്കണം, പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ പേപ്പർ വേണം. ഇതിനെല്ലാം കൂടി ഏകദേശം നല്ല ചിലവായിട്ടുണ്ട്. 20-22 മീഡിയക്ക് ചിലവായി. പിന്നെ പണ്ട് ഇതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചു ഇതൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും റീസ്റ്റോർ ചെയ്ത് ഓടിച്ചപ്പോൾ കിട്ടിയ വൈബ് 1.5 വൈബായിരുന്നു, ഒരു നല്ല ഫീലായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. പിന്നെ ആ പഴയ സീറ്റ് എന്നെ ഞാൻ തിരിച്ച് വെച്ച RX-Zൻ്റെ അതൊരു രസമാണ് അതിലിരുന്ന് പോകാൻ. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ കഴിയും.